സി ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും എന്ന ഏരിയയിൽ നിന്ന് PSC ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ്. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും പറയുന്നുണ്ട്. 10th പ്രിലിംസ് സിലബസ് ഒന്ന് നോക്കാം. 10 മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും 7 ടോപ്പിക്കാണ് വരുന്നത്. 10 മാർക്കിനാണ് 10th പ്രിലിംസ് എക്സാമിനൊക്കെ ചോദിക്കാറുള്ളത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഇതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി പറയാൻ മറക്കരുത്. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ സബ്സ്റ്റൻഷ്യ നൈഗ്ര നാശത്തിന് കാരണമാകുന്ന രോഗം ഏതാണ്? മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, പാർക്കിൻസൺസ്. ക്യാൻസർ മൂലമോ അതിൻ്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? ക്യാൻസർ മൂലമോ അതിൻ്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, എറിത്രോപോയിറ്റിൻ. ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ, ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ഏതാണ്? ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, GLUT4. ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിൻ്റെ പ്രധാന തത്വം എന്താണ്? ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിൻ്റെ പ്രധാന തത്വം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, അഗ്ലൂട്ടിനേഷൻ. ഓപ്പറേഷൻ അമൃത് പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ അമൃത് പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി, ആൻറ്റിബയോട്ടിക്കുകൾ അമിത ഉപയോഗം തടയൽ. 2012 കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ്? 2012 കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, കൊല്ലം ആശ്രാമത്തെ കണ്ടൽ വനങ്ങൾ. വൈഡൽ ടെസ്റ്റ് ഏത് രോഗത്തിൻ്റെ രോഗനിർണയ മാർഗമാണ്? വൈഡൽ ടെസ്റ്റ് ഏത് രോഗത്തിൻ്റെ രോഗനിർണയ മാർഗമാണ്? ഉത്തരം ഓപ്ഷൻ സി, ടൈഫോയിഡ്. എയ്ഡ്സിൻ്റേത് എലിസ, വെസ്റ്റേൺ ബ്ലോട്ട് എന്നിവയൊക്കെയാണ് രോഗനിർണയ മാർഗം. മനുഷ്യരിലെ ഹീമോഗ്ലോബിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാണ്? മനുഷ്യരിലെ ഹീമോഗ്ലോബിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാണ്? തന്നിരിക്കുന്നത് അയൺ അടങ്ങിയിരിക്കുന്നു, അത് ശരിയാണ്. ആരോഗ്യമുള്ള മനുഷ്യൻ്റെ 100 മില്ലി രക്തത്തിൽ 12 to 16 ഗ്രാം ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നു, അത് ശരിയാണ്. അതിൽ പ്രോട്ടീൻ ഇല്ല, അത് തെറ്റാണ്. 4 പ്രോട്ടീൻ ഇഴകളും ഇരുമ്പുമടങ്ങിയ ഹീമാണ് ഹീമോഗ്ലോബിൻ്റെ ഘടന എന്ന് പറയുന്നത്. ശ്വസനവാതകങ്ങളെ രക്തത്തിലൂടെ വഹിക്കുന്നു, അതും ശരിയാണ്. ഇതിൽ തെറ്റായ പ്രസ്താവന ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ഇൻസുലിൻ. ഇൻസുലിനും ഗ്ലൂക്കഗോണും നിർമ്മിക്കുന്നത് പാൻക്രിയാസ് ആണ്. മെലാട്ടോണിൻ നിർമ്മിക്കുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്. തൈറോക്സിൻ നിർമ്മിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം വിക്ടർ ആംബ്രോസിനും ഗ്യാരി റൂക്കനും ലഭിച്ചത് ഏത് കണ്ടുപിടുത്തത്തിനാണ്? 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം വിക്ടർ ആംബ്രോസിനും ഗ്യാരി റൂക്കിനും ലഭിച്ചത് ഏത് കണ്ടുപിടുത്തത്തിനാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മൈക്രോ RNA. 2025 ആരി ഇ ബ്രങ്കോ, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൺ സക്കാഗുച്ചി എന്നിവർക്കാണ് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. അവർക്ക് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്ന പ്രതിരോധ സംവിധാനം കണ്ടെത്തിയതിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്. CPR എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? CPR എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം ഓപ്ഷൻ ബി, കാർഡിയോ പൾമോണറി റെസസിറ്റേഷൻ.
എമർജൻസി ഹോർമോണായി അറിയപ്പെടുന്നത് ഏതാണ്? എമർജൻസി ഹോർമോണായി അറിയപ്പെടുന്നത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി അഡ്രിനാലിൻ. അടിയന്തര സാഹചര്യങ്ങളിലും കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന സന്ദർഭങ്ങളിലും കാറ്റക്കോളമീൻസ് ധാരാളമായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ശരീരത്തെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. ഇതിനാലാണ് അടിയന്തര ഹോർമോൺ എന്ന് അഡ്രിനാലിനെ വിശേഷിക്കപ്പെടുന്നത്. അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് ഏകദേശം എത്ര ശതമാനമാണ്? അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് ഏകദേശം എത്ര ശതമാനമാണ്? ഉത്തരം ഓപ്ഷൻ ഡി 21%. സാധാരണ നിലയിൽ ശ്വസിക്കുമ്പോൾ ഓരോ തവണയും അകത്തേക്കെടുക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവ്. സാധാരണ നിലയിൽ ശ്വസിക്കുമ്പോൾ ഓരോ തവണയും അകത്തേക്കെടുക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവാണ് ഉത്തരം ഓപ്ഷൻ എ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. വിറ്റാമിൻ കെ ആണ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ. വിറ്റാമിൻ കെയുടെ ശാസ്ത്രീയ നാമം ഫില്ലോക്വിനോൺ ആണ്. ആൻറ്റി ഹെമറേജിക് വിറ്റാമിൻ, കൊയാഗുലേഷൻ വിറ്റാമിൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് ജീവകം കെ. തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകമാണ്. ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിലൊക്കെ ധാരാളമായിട്ട് വിറ്റാമിൻ കെ ഉണ്ട്. പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏതാണ്? പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏതാണ്? തന്നിരിക്കുന്നത് 1 ഇനാമിൽ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ്. അതെറ്റാണ്. അത് ഡെൻറ്റൈൻ ആണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെൻറ്റൈൻ ആണ്. 2 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഡെൻറ്റൈൻ എന്നാണ് തന്നിട്ടുള്ളത്. അതും തെറ്റാണ്. ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. 3 പൾപ്പ് ക്യാവിറ്റി പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗമാണ്. അത് ശരിയാണ്. 4 സിമൻറ്റം പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന യോജക കലയാണ്. അതും ശരിയാണ്. ഇതിൽ 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ജീവകം ഇ. ജീവകം ഇയുടെ ശാസ്ത്രീയ നാമം ടോക്കോഫിറോൾ എന്നാണ്. ബ്യൂട്ടി വിറ്റമിൻ എന്ന് അറിയപ്പെടുന്നു. ജീവകം ഇയുടെ അപര്യാപ്തത രോഗം വന്ധ്യതയാണ്. ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നതും വിറ്റാമിൻ ഇ തന്നെയാണ്. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകമാണ് വിറ്റാമിൻ ഇ. ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്നും അറിയപ്പെടുന്നു. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം ഇ. സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. 1 കോളറ വൈറസ്. അതെറ്റാണ്. കോളറ ബാക്ടീരിയ രോഗമാണ്. വിബ്രിയോ കോളറെ. 2 എലിപ്പനി ലെപ്റ്റോസ്പൈറ. അത് ശരിയാണ്. 3 സ്ക്രബ് ടൈഫസ് വിബ്രിയോ കോളറ. അതെറ്റാണ്. അത് ബാക്ടീരിയ രോഗമാണ്. 4 കുരങ്ങുപനി ബാക്ടീരിയ. അതും തെറ്റാണ്. കുരങ്ങുപനി വൈറസ് രോഗമാണ്. ഇതിൽ 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഏതാണ്? ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. അമൃതം ആരോഗ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? തന്നിരിക്കുന്നത് ക്യാൻസർ സിലിക്കോസിസ്. അത് ജനിതക രോഗം അല്ല. ഹീമോഫീലിയ സിക്കിൾ സെൽ അനീമിയ. അത് ശരിയാണ്. അത് രണ്ടും ജനിതക രോഗമാണ്.
എയ്ഡ്സ് വൈറസ് രോഗമാണ്. ഹെപ്പറ്റൈറ്റിസും വൈറസാണ്. പോളിയോ വൈറസാണ്. ടെറ്റനസ് ബാക്ടീരിയ രോഗം ആണ്. തന്നിരിക്കുന്നതിൽ 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ ബി 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ശ്വാസകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കൂടിയ അവയവം കരളാണ്. കുറഞ്ഞത് ശ്വാസകോശം ആണ്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കരൾ. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഹേർട്ട് ബീറ്റ്, ശ്വസനം എന്നിവയൊക്കെ, അതായത് നമ്മുടെ ഇച്ഛാനുസരണം അല്ലാതെ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അത് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ് നിയന്ത്രിക്കുന്നത്. സെറിബെല്ലത്തിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ശരീര തുലനാവസ്ഥ നിയന്ത്രിക്കുന്നത്, പേശി പ്രവർത്തനത്തിൻ്റെ ഏകോപനം എന്നിവയൊക്കെ സെറിബെല്ലമാണ്. സെറിബ്രം ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. തോട്ട്, ഇൻ്റലിജൻസ്, ഇമോഷൻസ് ഒക്കെ സെറിബ്രമാണ് നിയന്ത്രിക്കുന്നത്. തലാമസ് വരുന്നത് മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ് എന്നാണ് തലാമസിനെ പറയുന്നത്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങൾ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുക എന്നതാണ് അവയുടെ ഫംഗ്ഷൻ. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം, ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സെറിബെല്ലം. തലാമസ് നമ്മൾ പറഞ്ഞ്. ഹൈപ്പോ തലാമസ് ആന്തര സമസ്ഥിതി പാലനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന അവയവമാണ്. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു, അതായത് ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നു. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവയും നിയന്ത്രിക്കുന്നു. പേശികളെക്കുറിച്ചുള്ള പഠനം ഏതാണ്? പേശികളെക്കുറിച്ചുള്ള പഠനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മയോളജി. ഓസ്റ്റിയോളജി എന്ന് പറഞ്ഞാൽ അസ്ഥികളുടെ പഠനമാണ്. നെഫ്രോളജി വൃക്കയുടെ പഠനമാണ്. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ വിറ്റാമിൻ സി. ചുവട് ചേർക്കുന്നവയിൽ വിറ്റാമിൻ എച്ച് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ചുവട് ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ബയോട്ടിൻ, അതായത് വിറ്റാമിൻ B7. അതിൻ്റെ അപര്യാപ്തത രോഗമാണ് ഡെർമറ്റൈറ്റിസ്. ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് വിറ്റാമിൻ B9 ആണ്. തയാമിൻ വിറ്റാമിൻ B1, റൈബോഫ്ലാവിൻ വിറ്റാമിൻ B2 ആണ്. സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി ഏതാണ്? സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി അപ്പോളോ ഹോസ്പിറ്റൽ. റെച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? റെച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ DDT. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി O ഗ്രൂപ്പാണ്. അതിൽ ആൻറ്റിബോഡി Aയും Bയുമാണ് ഉള്ളത്. ആൻറ്റിജൻ ഇല്ല. ആൻറ്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് AB ഗ്രൂപ്പാണ്. ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? ശരീരത്തിലെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ സെറിബെല്ലം. ശരീരത്തിൻ്റെ തുലനാവസ്ഥ, പേശി പ്രവർത്തനങ്ങളുടെ ഏകോപനം എന്നിവയൊക്കെ സെറിബെല്ലമാണ് നിയന്ത്രിക്കുന്നത്. മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണ് ഉള്ളത്? മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണ് ഉള്ളത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 4 തരം.
4 തരം പല്ലുകളാണ് മനുഷ്യരിൽ ഉള്ളത്. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ഉളിപ്പല്ല് 8 എണ്ണമാണ്, കോമ്പല്ല് 4 എണ്ണമാണ്, അഗ്രചർവണകം 8 എണ്ണമാണ്, ചർവണകം 12 എണ്ണം ആണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏതാണ്? ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി പ്ലൂറ. പെരികാർഡിയം എന്ന് പറയുന്നത് ഹൃദയത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്തരമാണ്. മെനിഞ്ചസ് മസ്തിഷ്കത്തെ പൊതിഞ്ഞുള്ള സ്തരമാണ്. ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത്. ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ് എസെൻട്രിക്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി സെറിബെല്ലം. സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരായിരുന്നു? സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി രവിശങ്കർ പ്രസാദ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആമസോൺ മഴക്കാടുകൾ. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി വിറ്റാമിൻ സി. രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യം വേണ്ട ജീവകം ഏതാണ്? രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യം വേണ്ട ജീവകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ജീവകം കെ. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 8. 8 ഉളിപ്പല്ലുകളാണ് ഉള്ളത്. ആഹാരം കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് അവ. കോമ്പല്ല് 4 എണ്ണമാണ്, അഗ്രചർവണകം 8 എണ്ണമാണ്, ചർവണകം 12 എണ്ണം ആണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരം ഏതാണ്? ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി പ്ലൂറ. ലോക ഹീമോഫീലിയ ദിനം എന്നാണ്? ലോക ഹീമോഫീലിയ ദിനം എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ ഏപ്രിൽ 17. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി സെറിബെല്ലം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി സെറിബ്രം. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് എന്താണ്? കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി പാറ്റല്ല. മാക്സില മേൽതാടിയെല്ലാണ്. റേഡിയസും അൾനയും കണങ്കൈയിലെ അസ്ഥിയാണ്, അതായത് ഫോർ ആം. സ്കാപ്പുല തോളിലെ അസ്ഥിയാണ്. സ്കാപ്പുലയും ക്ലാവിക്കിളും തോളിലെ അസ്ഥികളാണ്. ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റാ കരോട്ടീൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത്? ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റാ കരോട്ടീൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത്? ഉത്തരം ഓപ്ഷൻ ബി കരൾ. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനാവശ്യമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം ഏതാണ്? അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ജീവകം ഡി. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ അനുയാത്ര. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി നവീകരിക്കാനുള്ള പദ്ധതിയാണ് ആർദ്രം പദ്ധതി. തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യമായി ക്യാൻസർ ചികിത്സ ലഭ്യമാക്കാനുള്ള പദ്ധതിയാണ് സുകൃതം പദ്ധതി.
18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുണ്ടാകുന്ന ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥിരോഗങ്ങൾ, ഡയാലിസിസ്, എൻഡോസൾഫാൻ രോഗബാധിതരുടെ രോഗങ്ങൾ, ശസ്ത്രക്രിയ അടക്കമുള്ളവയുടെ ചികിത്സാ ചെലവ് എന്നിവയ്ക്കായി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി. ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, നൈട്രജൻ. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേന്, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ മുതലായ വാതകങ്ങളാണ് ഹരിതഗൃഹവാതകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. എന്താണ് ക്യൂണിക്കൾച്ചർ? എന്താണ് ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. മുയൽ വളർത്തലിനെയാണ് ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. കോശകേന്ദ്രം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. അടുത്ത ചോദ്യം, എന്താണ് പിനങ്ക സബ്ഡറേനിയ? എന്താണ് പിനങ്ക സബ്ഡറേനിയ? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒരു അപൂർവ ഇനം ഈന്തപ്പനയാണ്. അടുത്ത ചോദ്യം, രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ഏതാണ്? രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഗ്ലോബുലിൻ. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നത് ക്ഷയരോഗം, ഡിഫ്തീരിയ, ആന്ത്രാക്സ്, മീസിൽസ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മീസിൽസ് ആണ് ബാക്ടീരിയ രോഗം അല്ലാത്തത്. അത് വൈറസ് രോഗമാണ്. ക്ഷയരോഗം, ഡിഫ്തീരിയ, ആന്ത്രാക്സ് എന്നിവയൊക്കെ ബാക്ടീരിയ രോഗമാണ്. അടുത്ത ചോദ്യം, ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മ സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ആർദ്രം പദ്ധതി. അടുത്ത ചോദ്യം, വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കണരോഗമാണ് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിൻ്റെ പേര് തിരഞ്ഞെടുത്ത് എഴുതുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിൻ്റെ പേര് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി, ഇനാമൽ. അടുത്ത ചോദ്യം, പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 8. ഉളിപ്പല്ലുകളുടെ എണ്ണം 8 എണ്ണമാണ്. കോമ്പല്ലുകളുടെ എണ്ണം 4 എണ്ണം. അഗ്രചർവണകം 8 എണ്ണമാണ്. ചർവണകം 12 എണ്ണമാണ്. അടുത്ത ചോദ്യം, ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണം ആകുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ജീവകം സിയുടെ അഭാവമാണ്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് എന്താണ്? കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി, സുകൃതം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേനയല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏത്? തന്നിരിക്കുന്നത് കുഷ്ഠം, മലമ്പനി, കോളറ, മന്ത്. കുഷ്ഠം പകരുന്നത് വായുവിലൂടെയാണ്. മലമ്പനി കൊതുകുകൾ മുഖേനയാണ്. കോളറ മലിനമായ വെള്ളം, ഭക്ഷണം എന്നിവയിലൂടെയാണ്. മന്ത് കൊതുകുകളാണ് പരത്തുന്നത്. കുഷ്ഠവും കോളറയുമാണ് കൊതുകല്ലാതെ പരത്തുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. 1, 3 എന്നിവയാണ് കൊതുകുകൾ മുഖേനയല്ലാതെ പകരുന്ന രോഗങ്ങൾ. മലമ്പനി പകർത്തുന്നത് അനോഫിലസ് കൊതുകുകളാണ്. മന്ത് പരത്തുന്നത് ക്യൂലെക്സ് കൊതുകുകളാണ്.
അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കോഴിക്കോട്. അടുത്ത ചോദ്യം, അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് എത്ര? അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് എത്ര? ഉത്തരം ഓപ്ഷൻ സി 78%. അടുത്ത ചോദ്യം, ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ സങ്കരവർഗമാണ്? ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ സങ്കരവർഗമാണ്? ഉത്തരം ഓപ്ഷൻ ഡി, തെങ്ങ്. തെങ്ങിൻ്റെ സങ്കര ഇനമാണ് ചന്ദ്രശങ്കര എന്നത്. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ എന്നിവയൊക്കെ തെങ്ങിൻ്റെ സങ്കര ഇനമാണ്. വെണ്ടയുടേത് കിരൺ, അനാമിക, സൽകീർത്തി. വഴുതനങ്ങയുടേത് നീലിമ, ഹരിത, ശ്വേത, സൂര്യ. നെല്ലിൻ്റേത് അന്നപൂർണ, പവിത്ര, ഹ്രസ്യ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഹൈഡ്രജൻ പെറോക്സൈഡ്. അടുത്ത ചോദ്യം, ലോക വനദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക വനദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ എ, മാർച്ച് 21. അടുത്ത ചോദ്യം, കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഏതാണ്? കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, വയോമിത്രം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏതാണ്? താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏത്? തന്നിരിക്കുന്നത് കോളറ, ട്യൂബർകുലോസിസ്, കുഷ്ഠം, ചിക്കൻ ബോക്സ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചിക്കൻ ബോക്സ് ആണ് വൈറസ് മൂലം ഉണ്ടാകുന്നത്. ബാക്കിയെല്ലാം ബാക്ടീരിയ രോഗമാണ്. അടുത്ത ചോദ്യം, ജീവകം B12ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ജീവകം B12ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി, പെർനീഷ്യസ് അനീമിയ. അടുത്ത ചോദ്യം, പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ തന്നിരിക്കുന്നത് വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക, മുകളിൽ പറഞ്ഞവ എല്ലാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? തന്നിരിക്കുന്നത് മാരകമായ വൈറസ് ബാധ, ജനിതക കാരണങ്ങൾ, അനാരോഗ്യമായ ഭക്ഷണശീലം, സാംക്രമിക രോഗങ്ങൾ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, അനാരോഗ്യമായ ഭക്ഷണശീലമാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം. അടുത്ത ചോദ്യം, മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി, കോശിയോർക്കർ. അടുത്ത ചോദ്യം, COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽപ്പെടുന്നു? COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ, വൈറസ്. അടുത്ത ചോദ്യം, മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, താലോലം. അടുത്ത ചോദ്യം, വില്ലൻ ചുമക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? വില്ലൻ ചുമക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ബോർഡർടെല്ല പെർട്ടൂസിസ്. അടുത്ത ചോദ്യം, ചിക്കൻ ബോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏതാണ്? ചിക്കൻ ബോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, വെരിസെല്ല വാക്സിൻ. അടുത്ത ചോദ്യം, ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഓപ്പറേഷൻ അമൃത്.
അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ശ്രുതി തരംഗം. അടുത്ത ചോദ്യം, കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 1056. അടുത്ത ചോദ്യം, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല, അത് നിശാന്തതയാണ്. അത് കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, വിറ്റാമിൻ എ. അടുത്ത ചോദ്യം, ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏതാണ്? ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 1988. അടുത്ത ചോദ്യം, റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. അടുത്ത ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2024 ഉത്തരം ഓപ്ഷൻ ബി, സൗദി അറേബ്യ. 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ദക്ഷിണ കൊറിയയാണ്. അതിൻ്റെ തീം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ്. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ 5-നാണ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. ഉത്തരം ഓപ്ഷൻ ബി, കരൾ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏതാണ്? താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏതാണ്? തന്നിരിക്കുന്നത് ക്ഷയം ബാക്ടീരിയ രോഗമാണ്. മലമ്പനിയാണ് പ്രോട്ടോസോവ രോഗം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. എലിപ്പനി ബാക്ടീരിയ രോഗമാണ്. എയ്ഡ്സ് വൈറസ് രോഗമാണ്. പ്രോട്ടോസോവ രോഗമാണ് മലമ്പനി. അടുത്ത ചോദ്യം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത്? ഉത്തരം ഓപ്ഷൻ സി, ഫൈബ്രിനോജൻ. അടുത്ത ചോദ്യം, മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാം. അടുത്ത ചോദ്യം, രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര് എന്താണ്? രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ, കർസാബ്. അടുത്ത ചോദ്യം, സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏതാണ്? സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, പ്ലാസ്മോഡെസ്മാറ്റ. അടുത്ത ചോദ്യം, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏതാണ്? അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, നെഗ്ലേറിയ ഫൈലേറി. അടുത്ത ചോദ്യം, ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം ഏതാണ്? ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, പ്ലൂറ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? 1. ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്നു, അത് പോർട്ടൽ സിരയല്ല, ശ്വാസകോശ സിരയാണ്. 2. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു, അത് ശരിയാണ്. ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നീ പോഷക ഘടകങ്ങളെ ഹൃദയത്തിൽ എത്തിക്കുന്നു, അത് തെറ്റാണ്. അത് ലിംഫൈറ്റിക് സിസ്റ്റമാണ് എത്തിക്കുന്നത്. പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലേക്ക് എത്തിക്കുന്നു, അതും ശരിയാണ്. ബന്ധമുള്ള പ്രസ്താവനകൾ 2ഉം 4ഉമാണ്. ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് ഏതാണ്? കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, നിലമ്പൂർ.
അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആസാം. അടുത്ത ചോദ്യം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി നാഗാലാൻഡ്. അടുത്ത ചോദ്യം, ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം ഏതാണ്? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി പ്രോട്ടീൻ. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കരൾ. അടുത്ത ചോദ്യം, വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ കണ. അടുത്ത ചോദ്യം, മലമ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? മലമ്പനിക്ക് കാരണമായ രോഗാണു ഉത്തരം ഓപ്ഷൻ സി പ്രോട്ടോസോവ. അടുത്ത ചോദ്യം, മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി ഏതാണ്? മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി താലോലം. അടുത്തത്, ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? ഉത്തരം ഓപ്ഷൻ ഡി തെങ്ങ്. അടുത്ത ചോദ്യം, ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യ കണ്ണി ആരാണ്? ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യ കണ്ണി ഉത്തരം ഓപ്ഷൻ ബി ഹരിത സസ്യങ്ങൾ. അടുത്ത ചോദ്യം, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ കാസർഗോഡ്. അടുത്ത ചോദ്യം, ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികൾ ആര്? ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ് ഉത്തരം ഓപ്ഷൻ സി വിഘാടകർ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നത് ചന്ദ്രലക്ഷ എന്നത് തെങ്ങിൻ്റെ സങ്കരയിനമാണ്. കിരൺ എന്നത് വെണ്ടയുടേതാണ്. ഗംഗാബോന്തം തെങ്ങിൻ്റേതാണ്. അന്നപൂർണയാണ് നെല്ലിൻ്റേത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി പ്രോട്ടോസോവ. അടുത്ത ചോദ്യം, വൈഡാൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? വൈഡാൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി സാൽമോണല്ല ടൈഫി. അടുത്ത ചോദ്യം, രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണ്? രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മോണോസൈറ്റ്. അടുത്ത ചോദ്യം, ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം എത്രയാണ്? ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 0.8 സെക്കൻഡ്. അടുത്ത ചോദ്യം, എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേര് എന്താണ്? എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേര് ഉത്തരം ഓപ്ഷൻ എ ലെപ്റ്റോസ്പൈറ. അടുത്ത ചോദ്യം, ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേര് എന്താണ്? ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി BCG. DPT എന്ന് പറയുന്നത് ഡിഫ്തീരിയ പെർട്ടൂസിസ് അതായത് വില്ലൻ ചുമ, ടെറ്റനസ് എന്നിവയ്ക്കുള്ള വാക്സിനാണ്. HPV എന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പില്ലോമ വൈറസ് വാക്സിനാണ്. ഇത് അർബുദങ്ങൾക്കും മറ്റും പ്രതിരോധിക്കാനുള്ള വാക്സിനാണ്. MMR എന്ന് പറയുന്നത് മീസിൽസ്, മംസ്, റുബെല്ല അതായത് അഞ്ചാം പനി, മുണ്ടിനീര്, റുബെല്ല എന്നിവയ്ക്കുള്ള വാക്സിനാണ് MMR. അടുത്ത ചോദ്യം, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എത്രയാണ്? രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 9 to 11 മില്ലിഗ്രാം. അടുത്ത ചോദ്യം, മസ്തിഷ്കത്തെ പൊതിഞ്ഞ് കാണുന്ന സ്തരപാളി ഏതാണ്? മസ്തിഷ്കത്തെ പൊതിഞ്ഞ് കാണുന്ന സ്തരപാളി ഏത്? ഉത്തരം ഓപ്ഷൻ സി മെനിഞ്ചസ്.
അടുത്ത ചോദ്യം, മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ജീവകം കെ. അടുത്ത ചോദ്യം, ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്ന്? ഉത്തരം ഓപ്ഷൻ സി, ജൂലൈ 28. അടുത്ത ചോദ്യം, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, മിഠായി. അടുത്ത ചോദ്യം, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, നെഗ്ലേറിയ ഫൗലേറി. സങ്കരയിനം വിളകളെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? സങ്കരയിനം വിളകളെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? തന്നിരിക്കുന്നത് 1 ഉജ്ജ്വല നെൽവിത്തിന് ഉദാഹരണമാണ്, അത് തെറ്റാണ്. ഉജ്ജ്വല പച്ചമുളകിൻ്റെ സങ്കരയിനമാണ്. 2 ജ്യോതിക സങ്കരയിനം പയർവിത്തിന് ഉദാഹരണമാണ്, അത് ശരിയാണ്. 3 കിരൺ സങ്കരയിനം വെണ്ടയാണ്, അതും ശരിയാണ്. 4 മുക്തി സങ്കരയിനം വഴുതനയാണ്, അത് തെറ്റാണ്. മുക്തി തക്കാളിയുടെ സങ്കരയിനമാണ്. ഇതിൽ ശരിയായിട്ടുള്ളത് 2ഉം 3ഉമാണ്. ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി, ഡിസംബർ 14. ചോദ്യം, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ സി, MS സ്വാമിനാഥൻ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, കണ്ണൂർ. അടുത്ത ചോദ്യം, ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഏതാണ്? ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ എ, ഡെങ്കിപ്പനി. അടുത്ത ചോദ്യം, അനോഫിലസ് പെൺകൊതുകുകൾ പരത്തുന്ന രോഗം ഏതാണ്? അനോഫിലസ് പെൺകൊതുകുകൾ പരത്തുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി, മലമ്പനി. അടുത്ത ചോദ്യം, ക്ഷയരോഗത്തിൻ്റെ രോഗകാരി ഏതാണ്? ക്ഷയരോഗത്തിൻ്റെ രോഗകാരി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗം അല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ജീവിതശൈലി രോഗം അല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏത്? തന്നിരിക്കുന്നത് അതിറോസ്ക്ലീറോസിസ്, പ്രമേഹം, ഹീമോഫീലിയ, ഹൃദയാഘാതം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഹീമോഫീലിയ. അടുത്ത ചോദ്യം, ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ എ, നവംബർ 14. അടുത്ത ചോദ്യം, പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാം? പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാം? തന്നിരിക്കുന്നത് എംഫിസിമ, ത്രോംബോസിസ്, അതിറോസ്ക്ലീറോസിസ്, ബ്രോങ്കൈറ്റിസ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1ഉം 4ഉം, എംഫിസിമ, ബ്രോങ്കൈറ്റിസ്. അടുത്ത ചോദ്യം, ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം ഏതാണ്? ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, മാംസ്യം. അടുത്ത ചോദ്യം, ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് നിശാന്തത എന്ന രോഗത്തിന് കാരണമായിട്ടുള്ളത്? ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് നിശാന്തത എന്ന രോഗത്തിന് കാരണമായിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ എ, വിറ്റാമിൻ എ. അടുത്ത ചോദ്യം, സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതി ഏതാണ്? സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, വയോ അമൃതം. അടുത്ത ചോദ്യം, HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, സ്നേഹപൂർവം. അടുത്ത ചോദ്യം,
കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ എ ഇടുക്കി. അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ശൈലി. അടുത്ത ചോദ്യം, കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച് 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം കരസ്ഥമാക്കിയ ശാസ്ത്രജ്ഞൻ ആരല്ല? കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച് 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം കരസ്ഥമാക്കിയ ശാസ്ത്രജ്ഞർ ആരല്ല? തന്നിരിക്കുന്നത് കാറ്റലിൻ കാരിക്കോ, ലൂയി ബ്രസ്, ഡ്രൂ വൈസ്മാൻ, അലക്സി എക്കിമോവ്. കാറ്റലിൻ കാരിക്കോവും ഡ്രൂ വൈസ്മാനുമാണ് നേടിയത്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, 2023 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2023 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി നെതർലാൻഡ്. അടുത്ത ചോദ്യം, മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ അനോഫിലസ് കൊതുകുകൾ. അടുത്ത ചോദ്യം, കൊതുക് ജീവിതചക്രം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്ര? കൊതുക് ജീവിതചക്രം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്ര? ഉത്തരം ഓപ്ഷൻ സി 2 ആഴ്ച. അടുത്ത ചോദ്യം, കൊതുകിൻ്റെ ജീവിതചക്രം. ഉത്തരം ഓപ്ഷൻ എ മുട്ട, ലാർവ, പ്യൂപ്പ, കൊതുക്. അടുത്ത ചോദ്യം, കൊതുകിൻ്റെ എണ്ണം വർദ്ധിക്കുന്നത് തടയാനുള്ള മാർഗങ്ങൾ ഏതെല്ലാം? കൊതുകിൻ്റെ എണ്ണം വർദ്ധിക്കുന്നത് തടയുന്നതിനുള്ള മാർഗങ്ങൾ ഏതെല്ലാം? തന്നിരിക്കുന്നത് ജൈവിക നിയന്ത്രണം, ഫോഗിംഗ്, സിന്തറ്റിക് കീടനാശിനികൾ ഉപയോഗിക്കുക, പ്രജനന സ്ഥലങ്ങൾ നശിപ്പിക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, ദേശീയ ഡെങ്കി ദിനം എന്നാണ്? ദേശീയ ഡെങ്കി ദിനം എന്ന്? ഉത്തരം ഓപ്ഷൻ ബി മെയ് 16. രണ്ടാമത്തെ ചോദ്യം, ഈച്ചകൾ പരത്തുന്ന രോഗം ഏത്? ഈച്ചകൾ പരത്തുന്ന രോഗം ഏതാണ്? തന്നിരിക്കുന്നത് കോളറ, അമീബിയാസിസ്, മഞ്ഞപ്പിത്തം, മന്ത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. കോളറ, അമീബിയാസിസ്. അടുത്ത ചോദ്യം, മണലീച്ച പരത്തുന്ന രോഗം ഏതാണ്? മണലീച്ച പരത്തുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി കാല അസർ. അടുത്ത ചോദ്യം, സ്ക്രബ് ടൈഫസ് ചെള്ളുപനി പരത്തുന്നത് ആരാണ്? ചെള്ളുപനി പരത്തുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ജിഗർ മൈറ്റ്. അടുത്ത ചോദ്യം, ഖരമാലിന്യ സംസ്കരണത്തിൽ പരിസ്ഥിതിക്ക് ഏറ്റവും അനുകൂലമായ മാർഗം ഏതാണ്? ഖരമാലിന്യ സംസ്കരണത്തിൽ പരിസ്ഥിതിക്ക് ഏറ്റവും അനുകൂലമായ മാർഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കമ്പോസ്റ്റിംഗ്. അടുത്ത ചോദ്യം, ആഴമില്ലാത്ത ട്രഞ്ച് ലാട്രിൻ എവിടെയാണ് അനുയോജ്യമാകുന്നത്? ആഴമില്ലാത്ത ട്രഞ്ച് ലാട്രിൻ എവിടെയാണ് അനുയോജ്യമാകുന്നത്? ഉത്തരം ഓപ്ഷൻ സി താൽക്കാല ക്യാമ്പുകളിൽ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്, അത് ശരിയാണ്. 2. കോളറ വായുവിലൂടെ പകരുന്ന രോഗമാണ്, അത് തെറ്റാണ്. കോളറ മലിനജലത്തിലൂടെയാണ് പകരുന്നത്. 3. ചിക്കൻ ഗുനിയ മലിനജലത്തിലൂടെ പകരുന്ന രോഗമാണ്, അതും തെറ്റാണ്. ചിക്കൻ ഗുനിയ കൊതുക് പരത്തുന്ന രോഗമാണ്. ഇതിൽ 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏതാണ്? അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മലമ്പനി. അടുത്ത ചോദ്യം, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ ഘടകം ഏതാണ്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ ഘടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഇരുമ്പ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്?
തന്നിരിക്കുന്നത് ഫാറ്റി ലിവർ, പക്ഷാഘാതം, പ്രമേയം, ഹീമോഫീലിയ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഹീമോഫീലിയ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, മൃതസഞ്ജീവനി. അടുത്ത ചോദ്യം, അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി, കുഷ്ഠം. അടുത്ത ചോദ്യം, നിപ്പ രോഗത്തിൻ്റെ പ്രകൃതിയാലുള്ള വാഹകജീവി ഏതാണ്? നിപ്പ രോഗത്തിൻ്റെ പ്രകൃതിയാലുള്ള വാഹകജീവി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, വവ്വാൽ. അടുത്ത ചോദ്യം, ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു ഏതാണ്? ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, വൈറസ്. അടുത്ത ചോദ്യം, ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏതാണ്? ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏത്? തന്നിരിക്കുന്നത് ആയുർവേദം, ഹോമിയോപ്പതി, അലോപ്പതി, യൂനാനി. ഉത്തരം ഓപ്ഷൻ സി, അലോപ്പതി. ആയുഷ് വകുപ്പിൽ ഉൾപ്പെട്ട ചികിത്സാ രീതി ആയുർവേദം, യോഗ, യൂനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നിവയാണ് ആയുഷ് വകുപ്പിൽ ഉൾപ്പെട്ട ചികിത്സകൾ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ എ, വിമുക്തി. അടുത്ത ചോദ്യം, സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, മെഡിസെപ്പ്. അടുത്ത ചോദ്യം, ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയുടെ പേര് എന്താണ്? ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, പൊൻവാക്ക്. അടുത്ത ചോദ്യം, മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആര്? ഉത്തരം ഓപ്ഷൻ ഡി, മോഹൻലാൽ. അടുത്ത ചോദ്യം, കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിനു മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷാ പദ്ധതി ഏതാണ്? കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷാ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, വയോമിത്രം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏതാണ്? താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ചിക്കൻ ബോക്സ്. അടുത്ത ചോദ്യം, ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, പെർനീഷ്യസ് അനീമിയ. അടുത്ത ചോദ്യം, പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ ഏതാണ്? പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ ഏവ? തന്നിരിക്കുന്നത് വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. മുകളിൽ പറഞ്ഞതെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, അനാരോഗ്യമായ ഭക്ഷണശീലം. അടുത്ത ചോദ്യം, മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ക്വാഷിയോർക്കർ. അടുത്ത ചോദ്യം, COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽപ്പെടുന്നു? COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ, വൈറസ്. അടുത്ത ചോദ്യം, മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, താലോലം. അടുത്ത ചോദ്യം,
വില്ലൻ ചുമക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? വില്ലൻ ചുമക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ബോർഡട്ടെല്ല പെർട്ടൂസിസ്. അടുത്ത ചോദ്യം, ചിക്കൻ ബോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏതാണ്? ചിക്കൻ ബോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏത്? ഉത്തരം ഓപ്ഷൻ സി വാരിസെല്ല വാക്സിൻ. അടുത്ത ചോദ്യം, ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഓപ്പറേഷൻ അമൃത്. അടുത്ത ചോദ്യം, 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ്? 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഹൃദ്രോഗം. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ശ്രുതി തരംഗം. അടുത്ത ചോദ്യം, കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 1056. അടുത്ത ചോദ്യം, കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ നവജീവൻ. അടുത്ത ചോദ്യം, ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത്? ഇത് ബോഡി ക്ലോക്ക് എന്ന് അറിയപ്പെടുന്നു. ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതി നിയന്ത്രിക്കുന്നത്? ഇത് ബോഡി ക്ലോക്ക് എന്ന് അറിയപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പീനിയൽ ഗ്രന്ഥിയാണ് ബോഡി ക്ലോക്ക് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ? താഴെ പറയുന്നവയിൽ ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ? ഉത്തരം ഓപ്ഷൻ സി വിറ്റാമിൻ ബി. അടുത്ത ചോദ്യം, ചിക്കൻ ബോക്സ് വൈറസിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ചിക്കൻ ബോക്സ് വൈറസിൻ്റെ ശാസ്ത്രീയ നാമം എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി വാരിസെല്ല സോസ്റ്റർ. അടുത്ത ചോദ്യം, ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന പ്രവർത്തനം എന്താണ്? ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന പ്രവർത്തനം എന്ത്? ഉത്തരം ഓപ്ഷൻ എ ഊർജം നൽകുക. അടുത്ത ചോദ്യം, 3R എന്ന തത്വത്തിൻ്റെ ശരിയായ ക്രമം ഏതാണ്? 3R തത്വത്തിൻ്റെ ശരിയായ ക്രമം എന്ത്? ഉത്തരം ഓപ്ഷൻ സി കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക. അടുത്ത ചോദ്യം, എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ ഏതാണ്? എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ലിഗ്മെൻറ്റുകൾ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ അനിയന്ത്രിതമായ കോശവളർച്ച മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? താഴെ പറയുന്നവയിൽ അനിയന്ത്രിതമായ കോശവളർച്ച മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ക്യാൻസർ. അടുത്ത ചോദ്യം, ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി വാൾട്ടർ ജി റോസൻ. അടുത്ത ചോദ്യം, അമ്മയുടെ ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പ്ലാസെൻ്റ. അടുത്ത ചോദ്യം, കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ്? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി സ്ക്ലീറൻകൈമ. അടുത്ത ചോദ്യം, ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിലുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി വില്ലസുകൾ. അടുത്ത ചോദ്യം, വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ്?
വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏത്? ഉത്തരം ഓപ്ഷൻ സി വൃക്കാധമനി. അടുത്ത ചോദ്യം, നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സീറോഫ്താൽമിയ. അത് തെറ്റാണ്, വെള്ളെഴുത്താണ്. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാണ് നിശാന്തതയ്ക്ക് കാരണം. അതും തെറ്റാണ്, വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ്. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി മൊനീറ. അടുത്ത ചോദ്യം, ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറിച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറിച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഉത്തരം ഓപ്ഷൻ ഡി സൊമാറ്റോട്രോപിൻ. അടുത്ത ചോദ്യം, കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. കോശ ശ്വസനത്തിൻ്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ചും 2ാം ഘട്ടം റൈബോസോമിലും വെച്ചാണ് നടക്കുന്നത്. അത് തെറ്റാണ്. ആദ്യഘട്ടം കോശദ്രവ്യത്തിലും 2ാം ഘട്ടം മൈറ്റോകോൺട്രിയലുമാണ് നടക്കുന്നത്. ആദ്യഘട്ടമായ ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ ആവശ്യമാണ്. അത് തെറ്റാണ്. ആദ്യഘട്ടമായ ഗ്ലൈക്കോസിസിന് ഓക്സിജൻ ആവശ്യമില്ല. 3. ഗ്ലൈക്കോളിസിസിൻ്റെ ഫലമായി 28 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു. അത് തെറ്റാണ്. 2 ATP തന്മാത്രകളാണ് ഉണ്ടാകുന്നത്. 4. ഗ്ലൈക്കോളിസിസ് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നു. അതും ശരിയാണ്. 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, വിട്രിയസ് ദ്രവ്യം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? വിട്രിയസ് ദ്രവ്യം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? ഉത്തരം ഓപ്ഷൻ ബി കണ്ണ്. വീഡിയോ ഉപകാരപ്പെടുന്നുവെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.